അപ്പൊ നമുക്ക് 101നെ 1 കൊണ്ട് ഗുണിച്ച് നോക്കാം. അതേപോലെ 99നെയും 1 കൊണ്ട് ഗുണിക്കാം. ഇത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. വ്യത്യാസം കാണാൻ പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ 101 × 1 101 മൈനസ് 99 × 1 99. ഉത്തരം എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഗുണിച്ച് നോക്കാം. 101 × 2 മൈനസ് 99 × 2. 101 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 202 ആണ്. 202ൽ നിന്ന് 99 × 2 ചെയ്താൽ 198 കിട്ടും. ഉത്തരം എത്രയാ? 4 ആണ്. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 101 × 3 മൈനസ് 99 × 3. ഇപ്പോഴെന്താ സംഭവിക്കുക? 303 മൈനസ് ഇവിടെ 3 9 27 297 എന്ന് കിട്ടും. ഉത്തരം എത്ര കിട്ടി? 6 കിട്ടി. അപ്പൊ ഇവിടെ 2 ഉത്തരം കിട്ടി, 4 ഉത്തരം കിട്ടി, 6 ഉത്തരം കിട്ടി. നമുക്ക് കിട്ടേണ്ട ഉത്തരം 100 ആണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ എഴുതേണ്ട സംഖ്യ എന്നറിയാൻ നമുക്ക് ഈ നമ്പറിനെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. 1 ചെയ്തപ്പോൾ നമുക്ക് 2 ഉത്തരം കിട്ടി, 2 ചെയ്തപ്പോൾ നമുക്ക് 4 ഉത്തരം കിട്ടി, 3 ചെയ്തപ്പോൾ നമുക്ക് 6 ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 എന്ന ഉത്തരം കിട്ടണമെങ്കിൽ ഐഡിയ മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ ഗുണിക്കുന്ന സംഖ്യയുടെ ഇരട്ടിയാണ് ഉത്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഉത്തരത്തിന്റെ പകുതിയുള്ള സംഖ്യയാണ് നമ്മൾ ഗുണിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 കിട്ടണമെന്നുണ്ടെങ്കിൽ 101 × 50 മൈനസ് 99 × 50 ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗുണിക്കേണ്ട സംഖ്യ എന്തായിരുന്നു? 50 ആയിരുന്നു.